ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിമൈൻഡർ തിയറം എന്നാണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് റിമൈൻഡർ തിയറം? നമുക്കറിയാം, നമ്മളൊരു പോളിനോമിയല്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പോളിനോമിയൽ. എക്സ് ക്യൂബ് മൈനസ് 4x² മൈനസ് 7x പ്ലസ് 10. ഇതാണ് എൻ്റെ പോളിനോമിയൽ. ഓക്കെ, ഈ ഒരു പോളിനോമിയലിനെ ഞാൻ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ കിട്ടും. ഓക്കെ, ദർ വിൽ ബി എ റിമൈൻഡർ. ഓക്കെ, ആ റിമൈൻഡർ വിൽ ബി ഈക്വൽ ടു പി ഓഫ് 2. ഇതാണ് നമ്മുടെ റിമൈൻഡർ തിയറം പറയുന്നത്. സോ നമുക്കൊന്ന് ഡെഫിനിഷനായിട്ട് എഴുതാം. ദാറ്റ് ഈസ്, ഇഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് is divided by x minus a. ഓക്കെ, എക്സ് മൈനസ് എ കൊണ്ട് നമ്മളൊരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ വിൽ ബി പി ഓഫ് എ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയറം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അതൊക്കെ ഈസിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്, ഒരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഞാൻ 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈമാണ് ഡിവിസിബിൾ അല്ലേ. സോ 5, ബാക്കി റിമൈൻഡർ 4 എന്ന് വരും. സോ ദിസ് 9 ക്യാൻ ബി റിട്ടൺ ആസ് എന്തെഴുതും? 5 × 1 + 4 എന്ന് നമ്മൾ എഴുതും. അതായത് എന്താണ് ഇവിടെ? ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. റൈറ്റ്? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. സോ ദ സെയിം തിയറം ഇസ് അപ്ലൈഡ് ഫോർ എ പോളിനോമിയൽ. അപ്പോൾ പോളിനോമിയലിനെ നമ്മൾ ഇതേപോലെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, സി പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലിനെ ഞാൻ ഡിവൈഡ് ചെയ്യാം, വേറെ ഒരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ അപ്പോൾ എനിക്ക് കോഷ്യൻ്റ് കിട്ടുന്നത് ക്യൂ ഓഫ് എക്സ് ആണ്, റിമൈൻഡർ കിട്ടുന്നത് ആർ ഓഫ് എക്സ് ആണ്. ഓക്കെ, സോ ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് ഒരു പോളിനോമിയൽ ഞാൻ ജസ്റ്റ് ഗെസ് ചെയ്യാം, ഒരു ഡി ഓഫ് എക്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്കിതെങ്ങനെ എഴുതാം? അപ്പോൾ ഇതേപോലെ എഴുതുകയാണെങ്കിൽ പി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് ഈ ഒരു പോളിനോമിയൽ കൊണ്ടാണ്. സോ ഡി ഓഫ് എക്സ് ഇൻറ്റു കോഷ്യൻ്റ് എനിക്ക് ക്യൂ ഓഫ് എക്സ് ആണ് കിട്ടിയത്, റിമൈൻഡർ ആർ ഓഫ് എക്സ് ആണ്. സോ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. റൈറ്റ്? ഇനി നമ്മൾ ഈ നമ്മുടെ ഡിവൈഡ് ചെയ്യുന്ന ഈ ഡിവൈസർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് എ ആണ് അല്ലേ. സോ ഞാൻ അതിനെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ് മൈനസ് എ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മളിവിടെ എന്താ പറയുന്നത്? പി ഓഫ് എ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് പി ഓഫ് എ? ഇപ്പോൾ എക്സിൻ്റെ പ്ലേസിലൊക്കെ നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സോ എ മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എ. ഓക്കെ, ആർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു എക്സ് എന്താണ്, ഇതിപ്പോൾ ഒരു എക്സ്, ഇത് ലീനിയർ പോളിനോമിയലാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ റിമൈൻഡർ എന്തായാലും ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1 ഡിഗ്രി, അതായത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കതിന് റിമൈൻഡറിൽ നിന്ന് മാത്രം എഴുതാം. ഓക്കെ, സോ പി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു ആർ ആയിരിക്കും. വൈ? ബിക്കോസ് ഇവിടെ എ മൈനസ് എ എന്നുള്ളൊരു ടേം വരും. സോ ഈ ഒരു ടേം മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി റിമൈൻഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ പി ഓഫ് എ ഈസ് ദി റിമൈൻഡർ. ദിസ് ഈസ് ഹൗ ആ ഒരു തിയറം എങ്ങനെയാണ് നമുക്ക് വന്നതെന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് is divided by x minus a, remainder will be equal to p of a. Okay, this is what a remainder theorem tells us. Thank you.